ഇത് 50,000 വർഷം പഴക്കമുള്ള ഒരു അസ്ഥികൂടമാണ്. ഡാഡ് അവിചാരിതമായി അദ്ദേഹത്തിന്റെ ചെവി തുടയ്ക്കാൻ ഉപയോഗിച്ച തൂവാല അസ്ഥികൂടത്തിന്റെ നെഞ്ചിലിട്ട ശേഷം പോയി. എന്നിരുന്നാലും ലോഷന്റെ തുള്ളികൾ എല്ലിന്റെ വിള്ളലുകളിലൂടെ സാവധാനം ഒലിച്ചിറങ്ങുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല. ചുറ്റുമുള്ള കടൽപ്പായൽ തൽക്ഷണം വാടിപ്പോയി. എന്തോ കുഴപ്പമുണ്ടെന്ന് ഡാഡിന് തോന്നി. അദ്ദേഹം ഉടൻ തന്നെ തൂവാല ഉയർത്തി. അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്വർണ്ണ നൂലുകളുടെ ഒരടുക്ക് ദൃശ്യമായ വേഗതയിൽ വളരുന്നത് അദ്ദേഹം കണ്ടു. തുടർന്ന് അസ്ഥികൂടത്തിലേക്ക് കൂടുതൽ ഇന്ധനരക്തം ഫ്യൂവൽ ബ്ലഡ് ഒഴുകിയിറങ്ങാനായി അദ്ദേഹം ചെവി ശക്തമായി അമർത്തി. അത് കൂടുതലായി വലിച്ചെടുക്കുന്തോറും ആ കട്ടിയുള്ള സ്വർണ്ണ നൂലുകൾ പടർന്നു തുടങ്ങുകയും ഒടുവിൽ ശരീരം മുഴുവൻ മൂടുകയും ചെയ്തു. അതിലും അവിശ്വസനീയമായി അസ്ഥികൂടത്തിന്റെ മുഖത്ത് അതിലോലമായ ചർമ്മം വളരാൻ തുടങ്ങി. ഡാഡ് അത് കത്തികൊണ്ട് മുറിക്കാൻ ശ്രമിച്ചു. പക്ഷെ പെട്ടെന്നൊരു നിഗൂഢമായ വൈദ്യുത പ്രവാഹം സജീവമായി. അസ്ഥികൂടത്തിന്റെ കാതൽ വെളിച്ചം പുറത്തുവിട്ടു. അത് പതിയെ ഉണരുന്നതുപോലെ. ആവശ്യത്തിന് ലോഷൻ ഇല്ലായിരിക്കാമെന്ന് ഡാഡ് ഊഹിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ കൈവശം ആവശ്യത്തിനുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അദ്ദേഹത്തിനൊരു ആശയം തോന്നി. എല്ലാവരും നോക്കി നിൽക്കെ അദ്ദേഹം 2 ബക്കറ്റ് ലോഷൻ എടുത്ത് നടന്നുപോയി. തുടർന്ന് അദ്ദേഹം എല്ലാ ലോഷനും അസ്ഥികൂടത്തിലേക്ക് ഒഴിച്ചു. എന്നിരുന്നാലും വിചിത്രമെന്ന് പറയട്ടെ, എല്ലാ ഇന്ധനരക്തവും ഒഴിച്ച ശേഷവും അസ്ഥികൂടം ഒരു പ്രതികരണവും കാണിച്ചില്ല. എല്ലാവരും നിരാശരായി ഓരോരുത്തരായി പോയി. എന്നിരുന്നാലും അവർ തിരിഞ്ഞു നിന്നപ്പോൾ തന്നെ സ്റ്റേജിലെ ഇന്ധനരക്തം അസ്ഥികൂടം ഭ്രാന്തമായി വലിച്ചെടുക്കാൻ തുടങ്ങി.